ഒരു വീഡിയോയിൽ വെൻ ഡയഗ്രംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ നോക്കാം. വെൻ ഡയഗ്രംസ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് യൂസ്ഡ് ടു വിഷ്വലൈസ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെറ്റ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. അതായത് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ പിക്ചോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു വിഷ്വലൈസ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെറ്റ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റുകളുടെയും അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെയും റിലേഷൻഷിപ്സ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. Okay, next, a Venn diagram consists of overlapping circles, each representing a set, within a larger rectangle representing the universal set. അതായത് വെൻ ഡയഗ്രത്തിൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ടായിരിക്കും. അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ സർക്കിൾസ് ലാർജർ റെക്റ്റാങ്കിളിലായിരിക്കും ഉണ്ടായിരിക്കാം. ആ ലാർജർ റെക്റ്റാങ്കിൾസ് എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക? യൂണിവേഴ്സൽ സെറ്റിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു നോട്ടാണ്. ഇവിടെ രണ്ട് നൊട്ടേഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക വെൻ ഡയഗ്രത്തിൽ. ഫസ്റ്റ് വൺ റെക്റ്റാങ്കിൾ ആണ്, അത് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സർക്കിൾ ആണ്, അത് സബ്സെറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിയൻ വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് യൂണിയൻ എന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസുകളും കൂടി ചേർന്നതായിരിക്കും യൂണിയൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകളും ഒരു തവണ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ലെഫ്റ്റ് സർക്കിൾ സെറ്റ് എനെയും റൈറ്റ് സർക്കിൾ സെറ്റ് ബിനെയും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഏരിയ കവേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസുകളും അതുപോലെ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകളൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെ ഇവിടെ ഈ സെൻറ്റർ പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള എലമെൻസുകളായിരിക്കും. Okay, then the union of set A and B includes all elements in A and all elements in B and any elements that are common to both sets. അതായത് യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നിട്ടുള്ള രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസുകളും അതുപോലെ കോമൺ ആയിട്ടുള്ള എലമെൻസുകളും ഉൾപ്പെട്ടതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് സെറ്റാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1 2 3, സെറ്റ് ബി ഈക്വൽ ടു 3 4 5. ഫസ്റ്റ് വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. ഈ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസുകളും അതുപോലെ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകളും ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ലെഫ്റ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് എനെയും റൈറ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് ബിനെയാണ്. ഇവിടെ രണ്ട് സെറ്റുകളിലും വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആണ് 3 എന്ന് പറയുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഈ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ കോമൺ ആയിട്ടുള്ള എലമെൻസിനെയാണ്. ദെൻ ബാക്കി സെറ്റ് എയിൽ വന്നിട്ടുള്ള 1 and 2 ആയിരിക്കും ഈ ഒരു ഏരിയയിലും, ബാക്കി സെറ്റ് ബിയിൽ വന്നിട്ടുള്ള 4 and 5 ആയിരിക്കും ഈ ഒരു ഏരിയയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഫൈനലി എല്ലാ എലമെൻസുകളും ഉൾപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഏരിയ കവേർഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ് ഇൻ്റർസെക്ഷൻ എന്നുള്ളത് നോക്കാം. അതായത് രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ മാത്രം ഉൾപ്പെട്ടതായിരിക്കും രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസിൽ ലെഫ്റ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് എനെയും റൈറ്റ് സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് ബിനെയുമാണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷൻ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള എലമെൻസുകളെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാത്രം കവേർഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, the overlapping area contains elements that belongs to the both set A and B. അതായത് രണ്ട് സെറ്റിലെയും സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ മാത്രം ഉൾപ്പെടുന്നതായിരിക്കും ഈ ഒരു ഓവർലാപ്പിംഗ് ഏരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1 2 3, സെറ്റ് ബി ഈക്വൽ ടു 3 4 5. എങ്ങനെയാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ടായിരിക്കും. ഈ ഒരു ഓവർലാപ്പിംഗ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള എലമെൻസുകളെ മാത്രമായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാത്രം കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് വന്നിട്ടുള്ളത്.
ദെൻ സെറ്റ് എയിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻ്റ് ആണ് 1 and 2, അത് ലെഫ്റ്റ് സർക്കിളിലും. അതുപോലെ സെറ്റ് ബിയിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻസുകളാണ് 4 and 5, അത് റൈറ്റ് സർക്കിളിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഡിഫറൻസ് വെൻ ഡയഗ്രം ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെറ്റ് എ ഉണ്ട് സെറ്റ് ബി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നതും ഫസ്റ്റ് സെറ്റായ സെറ്റ് എയിലെ എലമെൻസുകളും എന്നാൽ ആ എലമെൻറ്റ് സെക്കൻഡ് സെറ്റായ സെറ്റ് ബിയിൽ ഇല്ലാത്തതുമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതായിരിക്കും രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ വന്നിട്ടും രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഫസ്റ്റ് സെറ്റായ സെറ്റ് എയിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ഡിഫറൻസ് ബി എന്ന് പറയുന്നതും ബി ഡിഫറൻസ് എ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ വെൻ ഡയഗ്രം ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. ഇവിടെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എ ഡിഫറൻസ് ബി ആണ്. ഓക്കെ, ദെൻ ഇവിടെ രണ്ട് സർക്കിൾസ് വന്നിട്ടുണ്ട്, ഒരു ലാർജർ സർക്കിളും ഒരു സ്മോളർ സർക്കിളും. ഈ ലാർജർ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് എനെയാണ്, സ്മോളർ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് ബിനെയാണ്. അതുപോലെ ഈ രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകളും ഈ സ്മോളർ സർക്കിളിൽ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ ബാക്കി സെറ്റ് എയിൽ വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടായിരിക്കാം. സോ ഇതായിരിക്കും ഈ ഡിഫറൻസ് ആയിട്ട് വരിക. ഈ ഒരു ഏരിയയിലാണ് ഈ രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരിക്കുക. സോ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാത്രം കവർ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ദ റീജിയൻ ലാബിൾഡ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ സെറ്റ് എ ബട്ട് നോട്ട് ഇൻ സെറ്റ് ബി. അതായത് ഈ ഒരു ലേബിൾ ചെയ്ത റീജിയനിൽ ഉള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻസുകളും എന്നാൽ ആ എലമെൻസുകൾ സെറ്റ് ബിയിൽ ഇല്ലാത്തതുമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സെറ്റിലും കോമൺ അല്ലാതെ വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ആ ഒരു റീജിയനിൽ വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5, സെറ്റ് ബി ഈക്വൽ ടു 3 4. ഇവിടെ എ ഡിഫറൻസ് ബി ആണ്. സോ ആദ്യം ഈ റെക്റ്റാങ്കിൾ വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ലാർജർ സർക്കിൾ സെറ്റ് എനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിലായി സ്മോളർ സർക്കിൾ വന്നിട്ടുണ്ട്, അത് സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. 3 and 4 ആണ് രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ. ആ കോമൺ ആയിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ സ്മോളർ സർക്കിളിൽ ഉണ്ടായിരിക്കാം. ഈ എലമെൻസുകൾ ഓൾറെഡി സെറ്റ് ബിയിൽ വന്നിട്ടുള്ളതുമാണ്. ദെൻ ബാക്കി സെറ്റ് എയിൽ വന്നിട്ടുള്ള എലമെൻസുകളാണ് 1 2 and 5. അതായിരിക്കും ഈ ഒരു ലേബിൾഡ് റീജിയനിൽ വന്നിട്ടുണ്ടായിരിക്കുക. അത് തന്നെ ആയിരിക്കും ഈ രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നതും. സോ ഇവിടെ എ ഡിഫറൻസ് ബി എന്ന് പറയുമ്പോൾ 1 2 5 ആയിരിക്കും ഫൈനൽ റിസൾട്ടായിട്ട് വരിക. നെക്സ്റ്റ് സിമ്മട്രിക് ഡിഫറൻസ് വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് സിമ്മട്രിക് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെറ്റ് എ ഉണ്ട് സെറ്റ് ബി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം സെറ്റ് എയിലും സെറ്റ് ബിയിലും ബാക്കി വന്നിട്ടുള്ള എലമെൻസുകൾ കൂടി ചേർന്നതായിരിക്കും രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം. റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ രണ്ട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസിൽ ലെഫ്റ്റ് സർക്കിൾ സെറ്റ് എനെയും റൈറ്റ് സർക്കിൾ സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷൻ വന്നിട്ട് കോമൺ ആയിട്ടുള്ള രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ ഒഴിവാക്കിയതിന് ശേഷം സെറ്റ് എയിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ സെറ്റ് ബിയിൽ ബാക്കി വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു റീജിയൻ മാത്രം ലേബിൾ ചെയ്ത് വന്നിട്ടുള്ളത്. The region labeled contains elements that are exclusive to either set A or set B, but not both. അതായത് രണ്ട് സെറ്റിലെയും കോമൺ അല്ലാത്ത എലമെൻസുകൾ കൂടിച്ചേർന്നതായിരിക്കും സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4, സെറ്റ് ബി ഈക്വൽ ടു 3 4 5 6. ദെൻ ഇവിടെ രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസും ഇങ്ങനെയും ഈ ഒരു രീതിയിലും ഡിനോട്ട് ചെയ്യാം. സോ ആദ്യം യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സർക്കിൾസിൽ ലെഫ്റ്റ് സർക്കിൾ സെറ്റ് എനെയും റൈറ്റ് സർക്കിൾ സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആദ്യം ചെയ്യേണ്ടത് രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ 3 and 4 ആണ് രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻസുകൾ. അത് ഈ ഒരു സെൻറ്റർ പോർഷനിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക.
ദെൻ ബാക്കി സെറ്റ് എയിൽ വന്നിട്ടുള്ള എലമെൻസുകളാണ് 1 and 2, അത് ഈ ഒരു ഏരിയയിലും. അതുപോലെ ബാക്കി സെറ്റ് ബിയിൽ വന്നിട്ടുള്ള എലമെൻസുകളാണ് 5 and 6, അത് ഈ ഒരു ഏരിയയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് ഈ ലേബൽ ചെയ്ത റീജിയനിൽ വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ സിമ്മട്രിക് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഈക്വൽ ടു എ ഡിഫറൻസ് ബി യൂണിയൻ ബി ഡിഫറൻസ് എ. അതായത് എ ഡിഫറൻസ് ബിൻ്റെയും ബി ഡിഫറൻസ് എൻ്റെയും യൂണിയൻ ചെയ്തതായിരിക്കും സിമ്മട്രിക് ഡിഫറൻസ് ആയിട്ട് വരിക എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ഈ രണ്ട് സെറ്റുകളുടെ സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് 1, 2, 5, 6 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റ് വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ഈ ഒരു രീതിയിലെല്ലാം കോംപ്ലിമെൻറ്റ് ഡിനോട്ട് ചെയ്യാം. ആദ്യം എന്താണ് കോംപ്ലിമെൻറ്റ് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു മൈനസ് എ. ഇവിടെ രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ യു ഡിനോട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. അതുപോലെ വേറൊരു സെറ്റാണ് എ എന്ന് പറയുന്നത്. സോ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻസുകളും അതിലുണ്ടായിരിക്കും. എന്നാൽ സെറ്റ് എയിലെ ഒരു എലമെൻസുകളും അതിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഈ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സർക്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെറ്റ് എനെയാണ്. ദെൻ ഈ ലാബിൾഡ് റീജിയൻ ആണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ദ റീജിയൻ ലാബിൾഡ് ഇൻക്ലൂഡ്സ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് ദറ്റ് ആർ നോട്ട് ഇൻ സെറ്റ് എ. അതായത് ഈ ലേബൽ ചെയ്ത റീജിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസുകളായിരിക്കും. എന്നാൽ അതിൽ സെറ്റ് എയിലെ ഒരു എലമെൻസുകളും തന്നെ ഉണ്ടായിരിക്കില്ല. അതായിരിക്കും എ കോംപ്ലിമെൻ്റ് ആയിട്ടും വരിക. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1, 3, 5, 7. ദെൻ സെറ്റ് യു ഈക്വൽ ടു, ഇത് യൂണിവേഴ്സൽ സെറ്റാണ്, 0 to 10 വരെയുള്ള എലമെൻസുകളാണ് ഉള്ളത്. ദെൻ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. അതിനുള്ളിലെ സർക്കിൾ സെറ്റ് എനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സെറ്റ് എയിലെ എലമെൻസുകളായിരിക്കും അതിനുള്ളിൽ വന്നിട്ടുണ്ടായിരിക്കുക. ദെൻ ഇവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻസുകളായിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ സെറ്റ് എയിലെ ഒരു എലമെൻസുകളും അതിൽ ഉൾപ്പെടാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ സെറ്റ് എയിലെ എലമെൻസുകൾ യൂണിവേഴ്സൽ സെറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. ഇവിടെ സെറ്റ് എയിലെ എലമെൻസുകളായ 1, 3, 5, 7 യൂണിവേഴ്സൽ സെറ്റിൽ വന്നിട്ടുണ്ട്. സോ സെറ്റ് എയിലെ ഈ എലമെൻസുകൾ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ വന്നിട്ടുള്ള എലമെൻസുകളായിരിക്കും ഈ ഒരു ലേബൽഡ് റീജിയനിൽ വന്നിട്ടുണ്ടായിരിക്കുക. അതായിരിക്കും എ കോംപ്ലിമെൻ്റ് ആയിട്ടും വരിക. ദെൻ ഇവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0, 2, 4, 6, 8, 9, 10 ആയിരിക്കും വരിക. നെക്സ്റ്റ് ഡിസ്ജോയിൻറ്റ് വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് ഡിസ്ജോയിൻറ്റ് എന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സെറ്റിലും കോമൺ ആയി ഒരു എലമെൻസും തന്നെ ഇല്ലെങ്കിൽ അതിനെ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയും. സോ ഇവിടെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. യു എന്ന നൊട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് സർക്കിൾ സെറ്റ് എനെയും സെക്കൻഡ് സർക്കിൾ സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് സെറ്റുകളിലും കോമൺ ആയി ഒരു എലമെൻസുകളും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് സർക്കിൾസും ഓവർലാപ്പിംഗ് ചെയ്യാതെ സെപ്പറേറ്റ് ആയി വന്നിട്ടുള്ളത്. ദെൻ there are no elements common to both sets A and B. അതായത് ഈ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ട് ഒരു എലമെൻസും തന്നെ ഇല്ല. രണ്ട് സെറ്റുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസുകളാണ് ഉള്ളത്. ദെൻ സർക്കിൾസ് ഡു നോട്ട് ഓവർലാപ്പ്. അതുകൊണ്ടാണ് ഈ രണ്ട് സർക്കിൾസും ഓവർലാപ്പ് ചെയ്യാതെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1, 2, 3, സെറ്റ് ബി ഈക്വൽ ടു 4, 5, 6. ഈ റെക്റ്റാങ്കിൾ വന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ട് സർക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് സർക്കിൾ സെറ്റ് എനെയും സെക്കൻഡ് സർക്കിൾ സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഓരോ എലമെൻസുകളും തന്നെ ഇല്ല. സോ അതുകൊണ്ട് ഈ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കും വരിക. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പൈ. അതായത് രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ട് ഓരോ എലമെൻസും തന്നെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർ സബ്സെറ്റ് വെൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ളത് നോക്കാം. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ സെറ്റ് എയുണ്ട് സെറ്റ് ബിയുണ്ട്. ഇങ്ങനെയായിരിക്കും രണ്ട് സെറ്റുകളുടെ പ്രോപ്പർ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യുക. സോ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെറ്റായ സെറ്റ് എയിലെ എല്ലാ എലമെൻസുകളും സെക്കൻഡ് സെറ്റായ സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ സെറ്റ് ബിയിലെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു എലമെൻസുകളും സെറ്റ് എയിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. അതിനുള്ളിലായി രണ്ട് സർക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. സ്മോളർ സർക്കിൾ സെറ്റ് എനെയും ലാർജർ സർക്കിൾ സെറ്റ് ബിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ടാണ് സെറ്റ് എ സെറ്റ് ബിയുടെ ഉള്ളിലായി വന്നിട്ടുള്ളത്. ദെൻ ഓൾ എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എ ആർ ആൾസോ ഇൻ സെറ്റ് ബി ബട്ട്
സെറ്റ് ബി കണ്ടെയ്ൻസ് അഡീഷണൽ എലമെൻറ്റ്സ് നോട്ട് ഇൻ സെറ്റ് എ. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെൻസുകളും സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സെറ്റ് എ സെറ്റ് ബിയുടെ ഉള്ളിലായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ സെറ്റ് ബിയിൽ വന്നിട്ടുള്ള അഡീഷണൽ എലമെൻറ്റ്സ് സെറ്റ് എയിൽ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2 സെറ്റുകളാണ് തന്നിട്ടുള്ളത്. സെറ്റ് എ ഈക്വൽ ടു 1 5, സെറ്റ് ബി ഈക്വൽ ടു 1 5 6. ഇവിടെ ഈ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ്. ദെൻ അതിനുള്ളിലായി 2 സർക്കിൾസ് ആണുള്ളത്. ഈ ലാർജ് സർക്കിൾ സെറ്റ് ബിനെയും സ്മോളർ സർക്കിൾ സെറ്റ് എനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സ്മോളർ സർക്കിളിൽ സെറ്റ് എയിലെ എലമെൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ലാർജ് സർക്കിളിൽ സെറ്റ് ബിയിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആക്ച്വലി ഇവിടെ 2 സർക്കിൾസും കംപ്ലീറ്റ്ലി സെറ്റ് ബിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റ് എ എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റും സെറ്റ് ബി എന്ന് പറയുന്നത് സൂപ്പർ സെറ്റും ആയിട്ടായിരിക്കും വരിക.